നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 +2 തുല്യത പരീക്ഷ, ഈ വർഷത്തെ പരീക്ഷ മെയ് 20-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എന്ന് എല്ലാ പഠിതാക്കളും അറിഞ്ഞു കാണുമല്ലോ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ടൈം ടേബിൾ മനസ്സിലാക്കി വെക്കണം. ടൈം ടേബിൾ പ്രകാരം നമ്മൾ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ് നല്ലത്. ഏത് വിഷയമാണ് ആദ്യം വരുന്നത് എന്നതിനനുസരിച്ച് നമ്മുടെ ദിവസങ്ങളെ ക്രമീകരിച്ച് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ +1 വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പഠിതാക്കളെ സംബന്ധിച്ച് നിങ്ങൾക്ക് +1-ൽ തന്നെ ഡബിൾ പാസോ അതിൽ കൂടുതലോ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുപോലെ +2 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പഠിതാക്കളെ സംബന്ധിച്ച് അവർക്കും ഇതുപോലെ ഉയർന്ന മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് ഏതിലാണോ കുറഞ്ഞിട്ടുള്ളത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ വിഷയം കൂടുതൽ മാർക്ക് വാങ്ങാൻ വേണ്ടി പഠനം ക്രമീകരിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് 1-ാം വർഷ തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട ടൈം ടേബിളാണ്. പരീക്ഷാ തീയതി 20/5/2023 ശനിയാഴ്ച. പരീക്ഷയുടെ സമയം 9:30 രാവിലെ മുതൽ 12:15 PM വരെയാണ്. ആദ്യത്തെ വിഷയം ഇംഗ്ലീഷാണ്. രണ്ടാമത്തെ ദിവസം 21/5/2023 ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പരീക്ഷയുണ്ട്. തുടർച്ചയായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഒരു ദിവസം പോലും അവധിയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ 21-ാം തീയതി രാവിലെ 9:30 മുതൽ 12:15 വരെ നടക്കുന്ന പരീക്ഷ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതായത് മലയാളം, ഹിന്ദി, കന്നഡ, ഇതിലേത് ഭാഷയാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് പഠിക്കുക. ഇനി 22-ാം തീയതി നടക്കുന്ന പരീക്ഷ 22/5/2023 തിങ്കളാഴ്ച നടക്കുന്ന പരീക്ഷ രാവിലെ 9:30 മുതൽ 12:15 വരെ ഹിസ്റ്ററി, അക്കൗണ്ടൻസി. ഹിസ്റ്ററി വരുന്നത് ഹ്യൂമാനിറ്റീസുകാർക്കും അക്കൗണ്ടൻസി പരീക്ഷ അതേ സമയം തന്നെ കൊമേഴ്സുകാർക്കുമാണ് ഉണ്ടാവുക. 23-ാം തീയതി നടക്കുന്ന പരീക്ഷ 23/5/2023 ചൊവ്വാഴ്ച 9:30 രാവിലെ 9:30 മുതൽ 12:15 വരെ ബിസിനസ് സ്റ്റഡീസ്, സോഷ്യോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്, 3 വിഷയങ്ങൾ അന്ന് പരീക്ഷ നടക്കുന്നുണ്ട്. ഏതാണ് അവനവൻ്റെ പരീക്ഷാ വിഷയം അത് പഠിക്കുക. കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസ്, സോഷ്യോളജിയും ഗാന്ധിയൻ സ്റ്റഡീസും ഹ്യൂമാനിറ്റീസുകാർക്കാണ്. അത് ഓരോ സ്കൂളിലെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സബ്ജക്റ്റ് അനുസരിച്ചിരിക്കും. ചില സ്കൂളിൽ സോഷ്യോളജിയാണ്, ചില സ്കൂളിൽ ഗാന്ധിയൻ സ്റ്റഡീസാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വരുന്നത് അതെടുത്ത് പഠിക്കുക. 24/5/2023 ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 12:15 വരെ പൊളിറ്റിക്കൽ സയൻസ്. എല്ലാവർക്കും ഒരേ വിഷയമാണ്. പൊളിറ്റിക്കൽ സയൻസ് ആണ് 24-ാം തീയതി നടക്കുന്ന പരീക്ഷ. ഇനി 25-ാം തീയതി 25/5/2023 വ്യാഴാഴ്ച നടക്കുന്ന പരീക്ഷ രാവിലെ 9:30 മുതൽ 12:15 വരെ ഇക്കണോമിക്സ് ആണ്. അവസാനത്തെ പരീക്ഷയാണ് ഇക്കണോമിക്സ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ രീതിയിൽ +1 വിദ്യാർത്ഥികൾ +1-ന് കൃത്യമായിട്ട് പഠനം ക്രമീകരിച്ചാൽ മാത്രമേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഉയർന്ന നിലയിൽ നമുക്ക് പാസ്സാവാനും കഴിയുകയുള്ളൂ. ഇനി 2-ാം വർഷ തുല്യതാ പരീക്ഷയുടെ ടൈം ടേബിൾ പറയാം. പരീക്ഷ ആരംഭിക്കുന്നത് 20/5/2023 ശനിയാഴ്ച തന്നെയാണ്. ദിവസത്തിലൊന്നും മാറ്റമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സമയത്തിലും മാറ്റില്ല. 9:30 മുതൽ 12:15 വരെ എല്ലാ പരീക്ഷകളും നടക്കുന്നത്. എന്നാൽ 20/5/2023 ശനിയാഴ്ച +2കാർക്ക് നടക്കുന്ന പരീക്ഷ അവരുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് മലയാളം, ഹിന്ദി, കന്നഡ. 2-ാം ദിവസമായ 21/5/2023 ഞായറാഴ്ച നടക്കുന്ന പരീക്ഷ ഇംഗ്ലീഷാണ്. പ്രത്യേകം മനസ്സിലാക്കി ഇത് നോട്ട് ചെയ്ത് വെക്കണം. +1-ൻ്റെ പരീക്ഷയും നിങ്ങളുടെ പരീക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. 22/5/2023 തിങ്കളാഴ്ച നടക്കുന്ന പരീക്ഷകൾ കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസ്, ഹ്യൂമാനിറ്റീസുകാർക്ക് സോഷ്യോളജി അല്ലെങ്കിൽ ഗാന്ധിയൻ സ്റ്റഡീസ്, അതേതാണോ തിരഞ്ഞെടുത്തത് അത്.
23 5/2023 ചൊവ്വാഴ്ച ഹ്യൂമാനിറ്റീസുകാർക്ക് ഹിസ്റ്ററിയാണ്, അതുപോലെ കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസി ആണ്. 23/5/2023 ചൊവ്വാഴ്ചയിലെ പരീക്ഷകൾ. 24/5/2023 ബുധനാഴ്ച ഇക്കണോമിക്സ് ആണ്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് ഇക്കണോമിക്സ്. 25/5/2023 വ്യാഴാഴ്ച അവസാനത്തെ പരീക്ഷയാണ് പൊളിറ്റിക്കൽ സയൻസ്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിയൻ സ്റ്റഡീസിന് ഉള്ള വിഷയം, അതായത് ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു വിഷയം ഹ്യൂമാനിറ്റീസുകാരുടെ അത് +2കാർക്ക് പ്രായോഗിക പരീക്ഷ ഉണ്ടാകും. അതായത് അതിൽ പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാകും 40 മാർക്കിന്. അത് നടത്തുന്നത് 27/4/2023, 28/4/2023 എന്നീ തീയതികളിലാണ്. പ്രത്യേകം ഓർക്കുക, ഗാന്ധിയൻ സ്റ്റഡീസ് വിഷയമായിട്ട് പഠിക്കുന്ന പഠിതാക്കൾ 40 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ഉണ്ടാകും. അത് 27/4/2023 28/4/2023 അത് നിങ്ങൾക്ക് പ്രത്യേകം അലോട്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലാണ് ആ പരീക്ഷ ഉണ്ടാവുക. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ട വിഷയങ്ങളുടെ എല്ലാം എക്സാം സ്പെഷ്യലായിട്ടുള്ള വീഡിയോകൾ അവൈലബിൾ ആണ്. എല്ലാവരും അതെടുത്ത് കാണുക. സ്കൂളിൽ പലയിടത്തും എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ പഠിക്കേണ്ട വിഷയങ്ങളൊന്നും തീർന്നിട്ടില്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ, നന്നായിട്ട് പരീക്ഷ എഴുതാൻ, നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നിന്ന് അതിനുള്ള എല്ലാ സഹായവും ലഭിക്കുന്നതാണ്. വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന ബെല്ല് തന്നെ അമർത്തി വീഡിയോ കാണുക. എങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. പിന്നെ നിങ്ങൾ ഉൾപ്പെടുന്ന നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പിലേക്കും, നിങ്ങളുടെ പഠന ഗ്രൂപ്പിലും എല്ലാം നമ്മുടെ ചാനലിനെ സംബന്ധിക്കുന്ന ലിങ്ക് ഷെയർ ചെയ്ത് സഹായിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.